വെറുതെ മനസ്സ് ശരീരവും കേടാക്കാനൊരു യാത്ര ചെയ്തെന്നല്ലാതെ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായ ശാന്തി? ഞാൻ എൻ്റെ ചുമതല ചെയ്യണ്ടേ സാറേ? എന്നായാലും ഇത് ചെയ്യേണ്ടതല്ലേ? പിന്നെ ഇപ്പൊ സംഭവിച്ചത് എന്താന്ന് വെച്ചാല് എല്ലാം ഒന്ന് പൊരുത്തപ്പെടുന്നതിന് മുമ്പ് ഞാൻ ചാടി പുറപ്പെട്ടു. ഓ, അപ്പൊ ഇനി പൊരുത്തപ്പെട്ടതിന് ശേഷം വീണ്ടും ഉണ്ടോ ഇനിയൊരു യാത്ര? ആ അതെ, എന്നെയും കൂട്ടി പുറപ്പെടാൻ നീ എന്തായാലും കരുതണ്ട. അച്ഛന്റെയും അമ്മയുടെയും കൂടെ ഞാൻ ഇവിടെ സുഖമായിട്ട് ജീവിച്ചോളാം, അല്ലേ അച്ഛാ? പോവാൻ പറ മോളെ. സിതാര ശ്രീനിവാസ് മറ്റു പലർക്കും വലിയ ആളായിരിക്കും, പക്ഷെ എനിക്കും എന്റെ മോക്കും അവള് വെറും വട്ടപൂജ. മനസ്സിലായ ശാന്തി? ദേ പോണു. കേറ്റി വിടറാ, ഒപ്പം പിടിക്കടാ. എടാ കേറ്റി പിടിയടാ. അച്ഛാ, അല്ല, കുറച്ചു നേരമായിട്ട് ആ വണ്ടി നമ്മുടെ പുറകെ തന്നെ ഉണ്ട്. തിരക്കല്ലേ മോളെ, എല്ലാരും ചവിട്ടി പിടിച്ചേ വരൂ. ഒപ്പം പിടിക്ക്. അയ്യോ അച്ഛാ! മോളെ വേണ്ട, ആ ദുഷ്ടന്മാരെ അത് സഹായിക്കാൻ നിൽക്കണ്ട. അതെ, മോൾ ഇവിടെ ഇരുന്നോ, ഞാൻ പോയി നോക്കിട്ട് വരാം. അച്ഛാ നിക്ക്, ഞാനും കൂടെ വരാം. മോളെ അച്ഛ വന്നേ. എഴുന്നേറ്റേ. അച്ഛാ, അല്ല നീയായിരുന്നോ? ചോര ഇറങ്ങുമ്പോ സൂക്ഷിക്കണ്ടേ സെൽവാ? ഓ, ഇതിനകത്ത് ഒരുപാട് പേരുണ്ടല്ലേ, എല്ലാം വെള്ളമാണെന്ന് തോന്നുന്നല്ലോ. ഞാനൊരു കാര്യം ചെയ്യാം, ഒരു ആംബുലൻസ് വിളിക്കാം, അതോ പോലീസ് ജീപ്പ് വിളിക്കണോ? വേണ്ട സാറേ, ഞാൻ എൻ്റെ കൂട്ടുകാർ വിളിച്ചിട്ടുണ്ട്. അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ, ഈ വണ്ടി കുറെ നേരമായിട്ട് നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ട്. ഈ വണ്ടിയെ നമ്മുടെ വണ്ടി ഇടിക്കാൻ വന്നതാ. ഇതിവര് കരുതി കൂട്ടി ചെയ്താണോന്ന് എനിക്ക് സംശയമുണ്ട്. സത്യം പറടാ. സാറേ, എന്താ നിന്റെ ഉദ്ദേശം? സാറേ, നീ അവിടെ നാട്ടിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ടാക്കുന്നത് ഞാൻ അറിഞ്ഞായിരുന്നല്ലോ. എടാ, ഞാൻ പഴയ ശ്രീനിവാസനായിരുന്നെങ്കിൽ നിന്റെ അടക്കം ഞാനിപ്പോ നടത്തിയേനെ. മര്യാദയ്ക്ക് സത്യം പറ, നീ കരുതിക്കൂട്ടി വണ്ടി ഇടിക്കാൻ വന്നതല്ലേ? പറയടാ, പറയാൻ. തല്ലല്ലേ സാറേ, ദേഹം മുഴുവൻ ചറഞ്ഞ് പൊട്ടിയിരിക്കുകയാണ് സാറേ. ഞങ്ങൾ കരുതി കൂട്ടി ഇടിക്കാൻ ശ്രമിച്ചാണ് സാറേ.